എൻ്റെ പേര് അർജുനാണ്. ഈ ഡോഗിൻ്റെ പേര് കോബിയാണ്. ഇതൊരു സെയിൻറ്റ് ബെർണാർഡാണ്. ഇതൊരു മാതിരി ഒരു സെക്കൻഡ് ലോക്ക്ഡൗൺ ആയ സമയത്തായിരുന്നു, ഒരു ഓഗസ്റ്റ് സെപ്റ്റംബർ സമയത്തായിരുന്നു നമ്മൾക്ക് വന്നത് നമ്മുടെ ജീവിതത്തിൽ ഈ ഡോഗ്. ഇത് ആക്ച്വലി നമ്മുടെ ലാസ്റ്റ് ഡോഗിൻ്റെ സെയിം ബ്രീഡായിരുന്നു. അത് സാഡ്ലി ഹീ പാസ്ഡ് അവേ ഒരു 8 years ഓഫ് ഏജിൽ. അത് നമ്മുടെ ആ ഡോഗ് ആക്ച്വലി ഞങ്ങൾക്ക് ഭയങ്കര സ്പെഷ്യലായിരുന്നു, ബിക്കോസ് ഞങ്ങളുടെ അച്ഛനായിരുന്നു വാങ്ങിയത്. ഹീസ് നോ മോർ. ഹീ പാസ്ഡ് അവേ ഒരു 7 years ബാക്ക്. സോ ആ ഡോഗ് 1 year ആയപ്പോഴും ഞങ്ങളുടെ ഡാഡ് പാസ് ചെയ്ത സമയത്തോളം ഉണ്ടായിരുന്നു നമ്മുടെ കൂടെ. ഇപ്പോൾ ആ ഡോഗ് പാസ് ചെയ്തപ്പോൾ ഭയങ്കര വിഷമമായിരുന്നു എല്ലാവർക്കും. എൻ്റെ അനിയനാണെങ്കിൽ അവനൊന്നും കഴിക്കണമല്ലായിരുന്നില്ല. പിന്നെ ഒരു ഫുൾ വീക്ക് അവൻ ലൈക്ക് ഒരുമാതിരി പട്ടിണി ഇരിക്കുമായിരുന്നു. അപ്പോൾ ഞാനൊരു സർപ്രൈസായിട്ട് ഈ കോബീനെ കൊണ്ടുവന്നതാണ്. ഈ കോബീനെ കൊണ്ടുവന്നപ്പോൾ തന്നെ എല്ലാവരെയും വിഷമം മാറി, എല്ലാവരും ഹാപ്പിയായി. പിന്നെ സെയിൻറ്റ് ബെർണാർഡ് ഞാൻ അറിയപ്പെട്ടതിന് എൻ്റെ അച്ഛൻ്റെ വഴിയാണ്. അച്ഛനാണ് ഫസ്റ്റ് സെയിൻറ്റ് ബെർണാർഡ് എന്താണെന്ന് പറഞ്ഞത്. അതൊരു മൂവി ഉണ്ടായിരുന്നു, ബീറ്റോവൻ എന്ന് പറഞ്ഞിട്ട്, ഇംഗ്ലീഷ് പടം. അതിൻ്റെ അകത്ത് നിന്ന് ഇവന് അച്ഛനും മനസ്സിലാക്കി കിട്ടിയ ബ്രീഡ് എങ്ങനെയാണ്. ഇവനാണെങ്കിൽ ഞാൻ സെർച്ച് ചെയ്ത് നോക്കിയിട്ട് ഇവൻ ഷെഡിങ്ങും അതെല്ലാം ഭയങ്കര കൂടുതലാണ്. പക്ഷേ എസ്പെഷ്യലി ചൂടുള്ള സമയത്ത്, ചൂടുണ്ടാകുമ്പോൾ അവൻ്റെ ഫർ വെറുതെ ഇങ്ങനെ മെൽറ്റ് ചെയ്ത് പുറത്ത് വരുന്ന പോലെയാണ്. ഇവൻ ഇപ്പോൾ ഞങ്ങൾ ചൂട് കൊണ്ട് അവനെ ഇൻഡോർ ഡോഗ് ആക്കിയിട്ടുണ്ട്. മറ്റേ ഡോഗ് ആക്ച്വലി ഔട്ട്ഡോർ ആയിരുന്നു. അത് കുറച്ച് ലൈക്ക് അത്ര ശരിയായില്ല. ഞാനപ്പോൾ ചെറുതായിരുന്നു, അപ്പോൾ എനിക്കൊന്നും ചെയ്യാനും പറ്റിയില്ല. പക്ഷേ ഇവനെ ഞാൻ മര്യാദയ്ക്ക് വീട്ടിൻ്റെ അകത്ത് നിന്ന് വെള്ളത്തിൽ എൻ്റെ കൂടെ തന്നെ കിടക്കണ എല്ലാം ചെയ്യണം. അപ്പോൾ അതിനുകൊണ്ട് ഷെഡിങ്ങും കുറഞ്ഞിട്ടുണ്ട്. ഞങ്ങളുടെ റൂമിൽ അത് ഫാനും AC ഇട്ട് കൊടുത്താൽ അവനൊരു കുഴപ്പമില്ല. അവൻ്റെ പണി നോക്കി നടക്കും. അപ്പോൾ നമുക്ക് വലിയ പ്രശ്നമൊന്നുമില്ല. ഇവൻ ആക്ച്വലി ഒരു റെസ്ക്യൂ ഡോഗാണ്. ഈ സ്നോസിലൊക്കെ ആൾക്കാർ ട്രാപ്പ് ആകുമ്പോൾ മൗണ്ടൻസിലൊക്കെ അവർ കണ്ടുപിടിച്ച് ഡിഗ് ചെയ്ത് അവരെ പുറത്തെടുക്കും. മറ്റേ ടോം ആൻഡ് ജെറിയിലൊരു ഡോഗില്ലേ ഇവിടെ, ഒരു ആൽക്കഹോൾ പിടിച്ച് ഓടുന്ന, അതാണ് ഈ സെയിം ബ്രീഡാണ്. ഇവനാണെങ്കിൽ ഇവർ ബോഡി ടെമ്പറേച്ചറും ഭയങ്കര ഹോട്ടാണ്. അപ്പോൾ തണുപ്പത്തിലാണെങ്കിൽ നമുക്ക് വേറെ ഒന്നും ആവശ്യമില്ല, ഇവനോട് കെട്ടി ഉറങ്ങിയാൽ മതി, പുതപ്പൊന്നും ആവശ്യമില്ല. എനിക്ക് പറയാം ഭയങ്കര ഫ്രണ്ട്ലി ഒരു ഡോഗാണ്. എല്ലാവരും അതിന് നല്ലോണം ചേരും. അവന് ഭയങ്കര ഇഷ്ടമാണ് എല്ലാവരും, ആൾക്കാർ. എന്നെ മാത്രമല്ല, എന്നെ ആണെങ്കിൽ എൻ്റെ വണ്ടി കയറുമ്പോൾ തന്നെ അവൻ വന്ന് നോക്കും ആരാ ഒരു വിൻഡോന്ന് ഇങ്ങനെ ഇവൻ ഇൻഡോർ ഡോഗാണ്. അപ്പോൾ അവന് വിൻഡോസിൽ എപ്പോഴും നോക്കി നിൽക്കും, പുറത്ത് ആൾക്കാർ എവിടെയാണ് നടക്കണേ, എവിടെയാണ് ചെയ്യണേ, എന്താ ചെയ്യണമെന്നൊക്കെ. ഇവന് പ്രത്യേക ലോയൽറ്റി എന്ന് പറഞ്ഞാൽ എനിക്ക് എല്ലാവരെയും ഭയങ്കര ഇഷ്ടമാണ്. എല്ലാവരെയും പറയണ കേൾക്കും, അനുസരിക്കും. പുറത്തുനിന്ന് അകത്തോട്ട് വരാൻ അകത്ത് വരും, പുറത്ത് പോകാൻ പറഞ്ഞാൽ പുറത്ത് പോകും. ഭയങ്കര ഒബീഡിയൻറ്റ് ഡോഗാണെന്നും പറയാം. പക്ഷെ അവന് ഒന്നും ഹാർഷായിട്ട് ട്രെയിനിങ് ഒന്നും ചെയ്തിട്ടില്ല. ലൈക്ക് ട്രീറ്റ്സ് വെച്ച് തന്നെ നമുക്ക് പോസിറ്റീവ് റീഎൻഫോഴ്സ്മെൻറ്റ് വെച്ചിട്ട് അവനെ ട്രെയിൻ ചെയ്തിരിക്കണം. ഇവനൊരു 7 മണിയാകുമ്പോൾ എണിക്കും, എൻ്റെ എല്ലാവരും എണിപ്പിക്കുകയും ചെയ്യും. അവന് പുറത്ത് പോട്ടീനൊക്കെ പോകണമെങ്കിൽ ആ സമയത്താണ്. പിന്നെ രാവിലെ കഴിഞ്ഞാൽ പിന്നെ രാത്രി ആയിരിക്കും അവനെ കൊണ്ടുപോകണത് അതിനുവേണ്ടി. പിന്നെ അവൻ്റെ ഫുഡാണെങ്കിൽ നമ്മൾ വാഗൻ ലവാണ് കൊടുക്കണേ. അത് ഒരു 500 to 600 ഗ്രാംസ് പെർ ഡേ കൊടുക്കണേ. അത് അവന് ഭയങ്കര ഇഷ്ടമാണ് ആ ഫുഡ് ആക്ച്വലി. സോ അവൻ വേറെ ഒന്നും ആഡ് ചെയ്യാണ്ട് അവനൊന്ന് കഴിച്ചോളൂ. പക്ഷെ നമ്മൾ ചില സമയത്ത് ചിക്കനും അങ്ങനെ ഇതൊക്കെ മിക്സ് ചെയ്ത് കൊടുക്കാറുണ്ട്. ഞാനൊരു ബാസ്കറ്റ് പ്ലെയറാണ്. അപ്പോൾ എൻ്റെ കൂടെ രാവിലെ ഞാൻ കളിക്കാൻ പോകുമ്പോൾ എൻ്റെ കൂടെ കളിക്കാൻ വരുമായിരുന്നു. ഓൾമോസ്റ്റ് ഒരു 2-3 weeks അങ്ങനെ വന്നിട്ട് അവൻ ഫുൾ ചെളിയിലൊക്കെ കളിച്ചിട്ട് വരുന്നു. അവനെപ്പോഴും ഒരു ഹാബിറ്റ് ഉണ്ട്, ലൈക്ക് എപ്പോൾ ഇറങ്ങിയാലും അവൻ അവിടെ ചെളിയുള്ള സ്ഥലത്ത് പോയി നോക്കും, എന്നിട്ട് അവിടെ കുഴി കുത്തും. എന്നിട്ട് ഫുൾ അവൻ്റെ മേത്തും മുഖത്തും കാലിലെല്ലാം ചെളിയാവും. ഇപ്പോൾ ഇന്നലെ അവൻ ചെയ്തിട്ട് കുളിപ്പിച്ചേ ഉള്ളൂ ഇന്നലെ. ഞാനിവിടെ ഇല്ലെങ്കിൽ അവൻ ഭയങ്കര സാഡായിരിക്കും. ലൈക്ക് ഒരുമാതിരി ഫുഡൊക്കെ കുറയ്ക്കും, അത്രയൊന്നും കഴിക്കില്ല. പിന്നെ ഒരു സൈഡിലിങ്ങനെ ഒറ്റയ്ക്ക് ഇരിക്കും. പക്ഷേ അവന് ആൾക്കാർ വീട്ടിലുണ്ടെങ്കിലും വലിയ കുഴപ്പമൊന്നുമില്ല, അവൻ അവന് വലിയ പ്രശ്നമില്ല. ഞാൻ ഒരു 1 week ഇവിടെ ഉണ്ടായിരുന്നില്ല. ആ സമയത്ത് ഇവൻ ഭയങ്കര സാഡായിരുന്നു കുറച്ച് ദിവസം. ബിക്കോസ് എൻ്റെ അമ്മയ്ക്ക് ആക്ച്വലി കുറച്ച് പേടിയാണ് ഡോഗ്സ്. പക്ഷേ ആ സമയത്ത് അമ്മയും കുറച്ച് കളിപ്പിക്കും, ബട്ട് അത്രയൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഇവൻ ആ സമയത്ത് ഞാൻ വന്നപ്പോൾ തന്നെ അവൻ പിന്നെയും ആക്റ്റീവ് ആകാൻ തുടങ്ങി. പിന്നെ പഴയ പോലെ തന്നെ ആയി. ബ്രീഡ് സെയിൻറ്റ് ബെർണാർഡ്സ് തന്നെ ഭയങ്കര ഡോസായാലും ഭയങ്കര പാവങ്ങളാണ്. അവന് ഗാർഡ് ട്രെയിനിങ് കൊടുത്താൽ അങ്ങനെ ആയിരിക്കും. ഇവൻ്റെ പ്രീവിയസ് ഡോഗ് ഭയങ്കര സാധനമായിരുന്നു, ബ്രൂണോ എന്ന് പറഞ്ഞാൽ അവൻ്റെ പേര്. അവൻ അന്ന് ഗാർഡ് ട്രെയിനിങ് കൊടുത്തുകൊണ്ട് അവൻ ചിലർ കടിച്ചിട്ടുമുണ്ട്, ഓടിച്ചിട്ടിട്ടുണ്ട് ഒക്കെ വീട്ടിൽ നിന്ന്. പക്ഷേ ഇവനെ ഞങ്ങൾ ട്രെയിൻ ചെയ്തത് എങ്ങനെയാണ്, സോഷ്യലൈസ് ചെയ്ത് നല്ലോണം ആൾക്കാരെ മീറ്റ് ചെയ്യിപ്പിച്ചു, വേറെ പട്ടികളെ മീറ്റ് ചെയ്യിപ്പിച്ചു. അതുകൊണ്ട് അവന് ഇപ്പോൾ ഭയങ്കര സോഷ്യലാകും, വേറെ കുഴപ്പമൊന്നുമില്ല. ഇവനൊരു ബ്രദറുണ്ട് ഇവിടെ, റാംബോ എന്ന് പറയും, ലസാപ്സോ. അവനോട് കളിക്കുമ്പോൾ റാംബോ തിരിച്ചു വരുമ്പോൾ ഫുൾ കുളിച്ച പോലെ വെറ്റായിട്ടാണ് തിരിച്ചു വരുന്നത്. ഒരുമാതിരി ഫുൾ വെറ്റായിട്ട് അവൻ തിരിച്ചു വരുന്നത് ഇവനോട് കളിക്കുമ്പോൾ. ഇവൻ്റെ സലൈവനുണ്ട്.
ഇത് വേറെ സാധനം ബ്രീഡിൻ്റെ. അവൻ എപ്പോഴും സെലൈവേറ്റ് ചെയ്തുകൊണ്ടിരിക്കും, ചൂടെടുക്കുമ്പോൾ എസ്പെഷ്യലി. അത് ബോഡി ടെമ്പറേച്ചർ റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സെലൈവേറ്റ് ചെയ്യുന്നത്. നമ്മൾ സ്വെറ്റ് ചെയ്യണ പോലെ ഇവൻ സെലൈവേറ്റ് ചെയ്യും അങ്ങനെ. ഇതെൻ്റെ ബ്രദർ സർപ്രൈസായിട്ട് എനിക്ക് വേണ്ടി വാങ്ങിയ പട്ടിയാണ്. ഇതൊരു സഡൻലി ഞാനൊരു അമ്മേൻ്റെ കൂടെ എൻ്റെ അമ്മേൻ്റെ ഹോം ടൗൺ പോയി വന്നപ്പോഴാണ് ഇവനെ കാണുന്നത് ഞാൻ. ഇവൻ്റെ പേര് റാംബോ ആണ്. എൻ്റെ അച്ഛന് ഈ പട്ടി നേരത്തെ ഉണ്ടായിരുന്നു, അപ്പോൾ അതിൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ടാണ് തോന്നുന്നു എൻ്റെ അനിയൻ വാങ്ങിയത്. എൻ്റെ ആൻറ്റിയാണ് ആക്ച്വലി നോക്കി വെച്ചത്. എൻ്റെ അനിയന് ഇഷ്ടമായി കൊണ്ടാണ് അവർ വാങ്ങിയത്. ഇത് ഒരു 4 months ആയിട്ടുണ്ടാവും ഇപ്പോൾ. ഇവൻ്റെ വാക്സിനേഷനെല്ലാം കഴിഞ്ഞു. ബട്ട് ഇവൻ ഇപ്പോഴും ഭയങ്കര നോട്ടിയാണ്, കടിക്കാനൊക്കെ നോക്കാറുണ്ട് ചിലപ്പോൾ ഒക്കെ. പക്ഷേ ഇപ്പോൾ സോഷ്യലൈസ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്, വേറെ പട്ടികളൊക്കെ കാണിച്ചിട്ട് സോഷ്യലൈസ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്, അപ്പോൾ കുഴപ്പമില്ല. ഇത് ലസാപ്സോ ആണ്. ഇവന് മാർച്ചിലാണ് വാങ്ങിയത്. ഒരു മാർച്ച് ഹാഫ് മിഡ് ആയപ്പോഴാണ് ഇവനെടുത്തത്. ഇവൻ ആ സമയത്ത് ഒരു 2 months ഓഫ് ഏജ് ഉണ്ടായിരുന്നു. ഇപ്പോൾ അവൻ 4 months ആയി ഓൾമോസ്റ്റ്. ഇവനാണെങ്കിൽ കോബിനോട് കളിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഇവർ രണ്ടുപേർക്കും സൈസ് അറിയാത്തതുകൊണ്ട് പ്രശ്നങ്ങൾ പറ്റും. കോബി ഇവനെ മേത്ത് കാല് വെച്ചാലെന്ന് ഇവന് പ്രശ്നം, ഇവന് വേനെടുക്കും, ഫ്രാക്ചറൊക്കെ ആവാൻ ചാൻസ് ഉണ്ട്. ആ 1 week ഞാൻ അവേ ആയിരുന്നു വീട്ടിൽ നിന്ന്. അപ്പോൾ എനിക്ക് ഭയങ്കര ഉറങ്ങാൻ പറ്റിയില്ല. അങ്ങനെ ഇവനെ എപ്പോഴും മിസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ഒരു സിറ്റുവേഷനിൽ ഇപ്പോൾ നിൽക്കണേ. ഇവനോട് ഞാൻ പുറത്ത് പോവുകയാണെങ്കിലും ഞാൻ ഇവനെ കൊണ്ടുപോകാനുള്ള പ്ലാനിലായിരിക്കണം ഇപ്പോൾ. എനിക്ക് ഇവനൊരു വെരി ഇമ്പോർട്ടൻറ്റ് പാർട്ട് ഓഫ് മൈ ഫാമിലി ആയിട്ടുണ്ട് ഇപ്പോൾ. എൻ്റെ അമ്മയ്ക്കാണെങ്കിലും എല്ലാവർക്കും. അമ്മയ്ക്ക് ഭയങ്കര പേടിയ പട്ടിയല്ല, ചെറുതായപ്പോൾ അമ്മേനെ കടിച്ചതായിരുന്നു. ബട്ട് അമ്മയ്ക്ക് ഇപ്പോൾ ഇവന് ഭയങ്കര ഇഷ്ടമായി. ബിക്കോസ് ഇവൻ്റെ ബിഹേവിയർ, അമ്മ പറയണ എല്ലാം കേൾക്കും. ഇവിടെ വരണ്ടെന്ന് പറഞ്ഞാൽ വരില്ല, അടുത്ത് വരണ്ടെങ്കിൽ പറഞ്ഞാൽ വരില്ല. പിന്നെ കുറേ പേരുടെ ഫസ്റ്റ് ഡോഗാണ് ഇവൻ. കുറേ പേര് പേടിച്ചിട്ട് ഇരിക്കുമ്പോൾ ഡോഗ്സിന് പേടിയുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ ഇവനെ പോയി മീറ്റ് ചെയ്താൽ അവരെ പേടി മാറും. എൻ്റെ കുറേ ഫ്രണ്ട്സിൻ്റെ അമ്മമാർ അങ്ങനെ പേടി മാറിയിട്ടുണ്ട്. എൻ്റെ ലൈഫിൽ ഇവൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഇവനെ ഇല്ലാണ്ട് എനിക്കിപ്പോൾ എവിടെയും പോകാനും പറ്റില്ല. സ്റ്റേയിങ് അവേ ഫ്രം എനിക്ക് ഒരു തിങ്ക് ചെയ്യാനും പറ്റില്ല ഇപ്പോൾ അവനോട്. ഇവനിങ്ങനെ ഉറങ്ങുമ്പോൾ എൻ്റെ കൂടെ ഉണ്ടാവും, എണീക്കുമ്പോൾ ഇവനാണ് എന്നെ എണീപ്പിക്കണേ ഇപ്പോൾ എല്ലാ ദിവസവും.